നമസ്കാരം, സുഖമെല്ലാവർക്കും. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാം. സേമിയം വെച്ച് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈദിനൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പ്രീതാസ് ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തിന്നായിട്ടുള്ള സേമിയ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ 150 ഗ്രാം ഉണ്ട്. നമുക്കിതിൻ്റെ പകുതിയോളം മതി. അപ്പോൾ കൈകൊണ്ട് നമുക്കിതിനെ പൊടിച്ചെടുക്കണം. സേമിയോടെ ഇതേ പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. പായസം നമ്മൾ അല്പം സ്പെഷ്യലായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം കപ്പലണ്ടി, പിസ്ത, പിന്നെ ഇത് ബദാം വെള്ളത്തിലിട്ട് നമ്മൾ തോലൊക്കെ മാറ്റി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, കാഷ്യൂനട്ട്, പിന്നെ 3 ഈന്തപ്പഴം ഇങ്ങനെ ചെറിയ പീസാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണോളം കിസ്മിസ്. ഇതിനെല്ലാം നമുക്ക് നെയ്യിൽ വറുത്തെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓരോന്നായി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റോളം നന്നായി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അവസാനം ഇതിലേക്ക് കിസ്മസ് ചേർത്തെടുക്കാം. ഇപ്പം നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന സേമിയ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. രണ്ട് മിനിറ്റോളം ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അധികം നേരം വറുക്കുമ്പോൾ ഇത് കരിഞ്ഞു പോകും. ഈ സേമിയ ഓൾറെഡി വറുത്തിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. എന്നാലും നെയ്യിലൊന്ന് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാം. സേമിയത്തിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിനെ കോരി മാറ്റണം. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. അപ്പം ഇനി പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 1.5 ലിറ്ററോളം പാലെടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഈ പാല് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് ഒരു 4-5 മിനിറ്റ് നേരം നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ പാലൊന്ന് നന്നായി തിളച്ച് ഒന്ന് കുറുകി കിട്ടും വേണം. ചെറുതായിട്ടൊന്ന് കുറുകിയാൽ മതി. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അഞ്ച് മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്, തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചതിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/4 ഭാഗത്തോളം മാറ്റി വയ്ക്കാം. നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാം. നട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റോളായി നമ്മൾ നട്ട്സ് ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയും കൂടെ ഇട്ട് കൊടുക്കാം. സേമിയൊക്കെ പെട്ടെന്ന് വേവും. സേമിയം ചേർത്തിട്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. എനിക്ക് 5 മിനിറ്റ് വേണ്ട, അതിനു മുമ്പ് തന്നെ വെന്ത് കിട്ടും. സേമിയം ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, 120 ml അളവിൽ. പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പഞ്ചസാര എടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാം. മിൽക്ക് മെയ്ഡ് 2 ടീസ്പൂണോ 3 ടീസ്പൂണോ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം.
അവസാനമായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്ക പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പം ഇരിക്കുന്നത്. പക്ഷെ ചൂടാറുമ്പോൾ ഇത് ഇത്തിരി കൂടെ ഒന്ന് കട്ടിയാവും. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, ഡെലീഷ്യസ് ആണ്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ മേലെ നമുക്ക് ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ച കുറച്ച് നട്ട്സ് ഇല്ലേ, അതിട്ട് കൊടുക്കാം. ഇവിടെ അടിപൊളി പായസം തയ്യാറായിട്ടുണ്ട്. അടുത്ത റെസിപ്പിയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.